രണ്ട് കാലിൽ നടക്കാൻ ആ കാര്യം എനിക്ക് വേഗം വിട്ടാലേ. ആ പൂട്ടിയിട്ടുണ്ടല്ലോടാ, ആ പൂട്ടിയിട്ടുണ്ടല്ലോ. അവന്റെ നമ്പറാണ്. നീ പൂട്ടിയിട്ടാ നീ ഒളിച്ചിരിക്കണോ? സത്യമായിട്ട് ആടില്ല. പിന്നെ അവിടെ പോയി ഓല് ഇന്നലെ ആരും അടിയുണ്ടായിനി. അപ്പൊ ഓലിക്കെതിരെ കേസ് കൊടുക്കാൻ ആശുപത്രി ആരുമായിട്ടല്ല, എന്റെ അച്ഛനാണ് അവൻ തല്ലിയത്. അവൻ രണ്ട് കാലിൽ നടക്കൂല. അവൻ ആശുപത്രി കിടക്കുക, വെറുതെ കിടക്കണ്ട. അവന്റെ കയ്യും കാലും തല്ലി പിടിക്കാം. ആ മെഡിക്കൽ കോളേജിൽ അവിടെ പോയി തല്ല. രണ്ടാളൊക്കെ ജയിലിൽ പോയ മനുഷ്യനാണ് നിൽക്കുന്നത്. ഇന്നലെ ജാമ്യം ഒരു കയ്യഞ്ഞ് പൊങ്ങരുത് എന്റെ അടുത്ത്. നീ ഞങ്ങടാ. ഞാനും അതേ ഹോസ്പിറ്റലിൽ എന്റെ ഭാര്യയുണ്ട്. ഇന്ന് പ്രസവത്തിന്റെ ഡേറ്റാ. അപ്പൊ ഞാൻ എത്തിയിട്ട് കൊടുക്കാം. ഓലെ അമ്മയും എല്ലാം ഉണ്ടാണ്. എവിടെ അടി കിട്ടിയത് എനിക്കല്ല, ആ പ്യാരയുടെ തന്തയ്ക്കാണ്. ആ ഇല്ലില്ല, ഒരു കുഴപ്പമില്ല. ഞാൻ ഇവിടെ ഉണ്ട്, ആശുപത്രിയിലുണ്ട്. ആ ശരി ഓക്കെ. അത് സത്യട്ടാ, സത്യത്തിൽ എന്താ സംഭവം? ഇപ്പൊ നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് അംഗീകരിക്കൂലേ? പിന്നെ അങ്ങനെയാണല്ലോ വേണ്ടത്. വേണ്ടേ? പിന്നെ അറിയാത്ത കാര്യങ്ങൾ മറ്റൊരാൾ പറയുമ്പോ അത് കേൾക്കണം. ഈ പ്യാരയുടെ തന്ത അത് കേൾക്കൂല. അതാ, അറിയാൻ പാടില്ലെങ്കിൽ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുമ്പോൾ മിണ്ടാണ്ടിരിക്കണം. എന്റെ ഈ പെരുവിരൽ നിന്ന് തുടങ്ങിയ ഒരു തരി കേട്ടപ്പോ എനിക്ക് ധരിച്ചു വരിക. ഒന്നും നോക്കില്ല, കൂട്ടുത്തോരാണ്. ഒരെണ്ണം കൂടെ കൊടുക്കണായിരുന്നു. എന്തിനടോ ഒറ്റടിക്ക് വീണില്ലേ താഴെ? സത്യയുടെ കയ്യിലെ പവർ എനിക്കറിയാം. എന്തായാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത കേസ് കൊടുത്ത എന്തായാലും നന്നായി. അതെ, ആ പ്യാരിയില്ലേ, അവനും കൂടെ ഒരെണ്ണം കൊടുക്കണം. പ്യാരിയും ടീമും ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കിട്ടിയിരിക്കുന്നത്. കൂടെ ആ ഗുണ്ട സുഗതനുണ്ട് ജയിലിൽ നിന്ന് വന്നേ. സത്യേണ്ണ കാണാൻ വരുന്നതാണ്. കാണാൻ വരുന്നല്ലേ, ഇപ്പൊ ഒരു ചുക്കും ചെയ്യാണ്ടല്ലോ ഇവിടെ വന്ന് കിടക്കണത്. ഉടായ്പ കാണിച്ച് കിടക്കല്ലേ. ഓര് വന്ന് പെരുമാറുമ്പോ ശരിക്കും അഡ്മിറ്റ് ആവണ്ടേ. ഇങ്ങോട്ട് വരട്ടെ ഇവിടെ കൊടുക്കാലോ. എന്ത് വർത്താനാണ് വേവേട്ട് നിങ്ങൾ പറയണത്? ധീരന്മാർക്ക് മരണം ഒന്നേ ഉള്ളൂ. നമ്മള് നേരിടും. ചോര കണ്ട പേടിക്കുന്ന ചങ്ങായി അത്. ഇയാളെ വർത്താനം നിങ്ങൾ ഈ ഉടായ്പ കേരളിട്ടോ. തടി ഓര് എന്തൊക്കെ ആയുധമാണ്, കൊടുവാളാണോ വടിവാളാണോ എന്തൊക്കെ ആയിട്ടാണ് വരിക നമുക്ക് അറിയില്ല. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ ആയുധമായിട്ട്? തല ഉണ്ടാവൂല, ഞാൻ പറഞ്ഞല്ലോ. വേണ്ട, ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം. എന്നാ നമുക്ക് തമിഴ്നാട്ടിലോട്ട് പോയാലോ? തമിഴ്നാട്ടിൽ ഇവിടെ എവിടെയും മാറി നിൽക്കാം. തൽക്കാലം മാറാം അല്ലേ? തമിഴ്നാട്ടിൽ ഈ MGR ആണ്. നടന്നോളൂ. അത് ഈ സത്യശീലിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തേ. ഈ സത്യശീലിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തു. ഇന്നലെ വന്നവര് തല്ലി കേസ് എന്തായിട്ട് ഒന്തമാക്കൂലി. അത് 4th ഫ്ലോർ 4ാമത്തെ. എത്ര റൂം ഏതാ? 602. 602. താങ്ക് യു സാർ. എങ്ങനെ പോണത്? ചേട്ടാ ഇവിടെ ലിഫ്റ്റ് ഉണ്ട്, ഇതിലെ തിരിഞ്ഞങ്ങ് പോയാൽ മതി. ഈ സൈഡിലാ? കല്ല് കാണാം. അതുകൊണ്ട് ചാവാനാ. വിടരുത് സുധേട്ടാ. നീ മാറിക്കോ, എന്റെ നീ മാറിക്കോ. നീ എന്തിനാ കൂടെ വരുന്നേ? നീ മാറണ്ട, നീ നമ്മളാണ്. നീ എന്തിനാ കൂടെ വരുന്നേ? 3 എന്താ ഇറങ്ങാനുണ്ടെങ്കിൽ ഇറങ്ങണ്ടോ? അതെ, ഇതെല്ലാം മോളിക്കുള്ള കാറ് പറഞ്ഞിട്ട് കയറ്. ഇല്ലേ, എന്താ എല്ലാരും കെട്ടിപ്പിടിച്ചേക്കണ? അതിന്റെ ഉള്ളിൽ തണുപ്പുണ്ടോ? പേഷ്യന്റ് ആണേ. ഒന്ന് അങ്ങനെ സഞ്ചി ഉണ്ട്, എന്റെ ഉണ്ട് ഒരു സഞ്ചി. ആൾക്കാർക്ക്
അത് അടച്ചോട്ടെ. തിരക്കടിക്കണം എന്തിനാ? ഞാൻ ഈ ഹോസ്പിറ്റൽ ഡോക്ടർ റോഡിന് പോയി നോക്കാം. കോടിപ്പടി കയറി പോയിക്കോളെ. ഇത് എത്തിയതല്ല, അല്ല 3-ലും 4-ലും ലിഫ്റ്റ് നിന്നോയതാ. ടെൻഷൻ അടിക്കണ്ട, കറണ്ട് പോയിട്ട് നിന്നതാ. ജനറേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ലിഫ്റ്റ് പോയിക്കോളും. നിന്ന് പോയതാണ്. ഒന്ന് നിർത്തിട്ടോങ്ങളെ. വെള്ളാണ് ഞാൻ എനിക്ക് ശ്വാസം മുട്ടിട്ടോ. അത് നിങ്ങൾ എന്തായി കാണിക്കണത്? എങ്ങനെയെങ്കിലും ഇവിടുത്തെ രക്ഷപ്പെടാനല്ല നോക്കണം. അതിനോട് അടി ഉണ്ടാക്കണം വേണത്. നിങ്ങൾ ആർക്കെങ്കിലും വിളിച്ച് ജനറേറ്റർ ഒന്ന് ഓൺ ചെയ്യാനുള്ള സമയം കൊടുക്കുന്നു. അല്ല വിളിച്ചിട്ട് പോകൂല പെങ്ങളെ. കണ്ടോ റേഞ്ച് ഇല്ല. ഈ ലിഫ്റ്റിനുള്ളിൽ ഫോൺ ചെയ്ത് 10 മിനിറ്റിനുള്ളിൽ ഇത് വർക്ക് ചെയ്ത് ഞാനാണ്. ഇതിനകത്ത് ലിഫ്റ്റ് ഓപ്പറേറ്റർ ഒന്നും ഇല്ല. കുറെ കാലമായിട്ട് എങ്ങനെ പോകുന്ന ലിഫ്റ്റാ. പോവും വരും. എന്താ ഭാര്യന്റെ പേര്? ബിജിന. ആ ബിജിനക്ക് അനശേഷ കൊടുത്തിട്ടാ ഞാൻ വരുന്നത്. 4-ലേക്ക് എത്തണം ഞാൻ. എനിക്കറിയാം നിങ്ങൾ ടെൻഷൻ ആവണ്ടിരിക്കും. ലിഫ്റ്റ് ചവിട്ടി പൊളിക്കാൻ. ഒന്ന് ഇത്തിരി നേരം ക്ഷമയുടെ കാത്തിരിക്കും സുഹൃത്തുക്കളെ. നിങ്ങള് ഹലോ, ആരെങ്കിലും ഉണ്ടോ? ഹലോ, നിർത്തിയിരിക്കണെന്ന് പറഞ്ഞില്ലേ? അല്ല ഈ ജനറേറ്റർ ഇവിടെ എത്ര നേരം പിടിക്കണം? ഇപ്പൊ ഡോക്ടർ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒന്ന് ഉറക്ക കൂവി എന്നാ കുഴപ്പം. ആരെങ്കിലും കേട്ട് വരികയാണെങ്കിൽ നമുക്ക് രക്ഷ. ജനറേറ്ററിനുള്ള സമയം കഴിഞ്ഞില്ലേ? ജനറേറ്ററിൽ റേഞ്ച് കിട്ടൂല. അമ്മേനെ കാണണോ? സുഹൃത്തെ നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കും. ഭാര്യന്റെ ആദ്യത്തെ പ്രസവ. ആ കുഞ്ഞിച്ചിരി കാണാണ്ട് ഞാൻ ചത്തുവല്ലോ. ഭാര്യയുടെ പ്രസവം എടുക്കുന്ന ഡോക്ടറാ ഞാൻ. ഞാനല്ല പറഞ്ഞത്. നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കും. റേഞ്ച് കിട്ടൂല. ഞാൻ പറഞ്ഞല്ലോ. പേടിക്കാതിരിക്കേ, ശരിയാവും. അതെ അതെ, ഇതിപ്പോ ആരെങ്കിലും ഒന്ന് വിളിക്കാൻ പറ്റും? ഒരു വഴിയില്ലല്ലേ? നിങ്ങൾ പേടിക്കാണ്ടിരിക്കേ. എന്ത് കുഴപ്പം തോന്നുന്നു? അതെ ടെൻഷൻ കൊണ്ടാണ്. കുഴപ്പമില്ല. ചൂടുള്ള ചൂടുള്ള പറയേണ്ട ചൂടുകളാണ്. നോക്കി നോക്ക്. അതെ എല്ലാരും ഒന്ന് റിലാക്സ് ചെയ്ത് നിൽക്കാം. ആരുടെങ്കിലും മൊബൈലിൽ പാട്ടുണ്ടെങ്കിൽ ഒരു പാട്ട് വെച്ചോളൂ. ഒരു ആശ്വാസം കിട്ടും. നെറ്റ് കൊണ്ടേ റേഞ്ച് ഇല്ല. ടെൻഷൻ അടിക്കണ്ട. ഞാൻ സ്ഥിരമായി കേൾക്കുന്ന ഒരു യുഗ്മഗാനമുണ്ട്. അത് വെച്ചുതരാം. എന്തപ്പോ ഗാനമേളക്ക് വന്നേക്കാ അപ്പോഴേക്കും ശരിയാവും. പാട്ട് കേട്ട് നിന്റെ ഉള്ളിലെത്തലാണ് അത്. സ്ഥലായി അടുത്ത റബ്ബേ സിനിമാ പാട്ട് വായിച്ചാൽ പുറത്തു കൊടുക്കാം. റബ്ബേ അതിന്റെ ഉള്ളിൽ ഓർത്തത് അല്ല മൊയ്തീമാരൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടോ. നിങ്ങൾ എന്തിനാ കരയണ? എക്കും മൂത്രം ഒഴിക്കാൻ പറ്റിട്ട് ഞങ്ങൾക്കൊരു സഞ്ചിയെങ്കിലും ചോദിക്കാന് ഇത് ചോദിക്കാൻ പറ്റോ? മൂത്രം ഒഴിക്കാൻ പറ്റിട്ടാ ഞാൻ കണ്ടിട്ടാ. സ്ഥലം മുറ്റുള്ള വീട് തന്നെ. അപ്പൊ എങ്ങനെ പിന്നെ പുറത്തേക്ക് ഇറങ്ങല് ഉണ്ടായിരിക്കും. La 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 la.
കാണൂല്ലല്ലോ ഒക്കെ കഞ്ചാറാളുടെ താടിയും വെച്ചിട്ട് കരമിണ്ടാക്കണോ? യെസ്, സൂപ്രണ്ടാണ്, പറഞ്ഞോളൂ. സർജിക്കൽ എക്യുപ്മെന്റ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം കഴിയുമ്പോൾ അത് എത്തും. ഓക്കെ, ഇരിക്കും. പറയൂ. ഒരു വിഷയമുണ്ട്. എന്താ കാര്യം? മൊയ്തു ഡോക്ടർ മിസ്സിംഗ് ആണ്. മിസ്സിംഗ്? ഡോക്ടർക്ക് ഡ്യൂട്ടി ഇല്ലേ? ഡ്യൂട്ടിയിലുണ്ട്, ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായതാണ്. പിന്നെ ഡോക്ടർ ഒരു പേഷ്യന്റിന് അനസ്തേഷ്യ കൊടുത്തു. ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നിങ്ങൾ ഫോൺ ചെയ്ത് നോക്കിയോ? ഫോൺ ചെയ്ത് നോക്കി, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. വീട്ടിലേക്ക് വിളിച്ചു നോക്കി. നിങ്ങൾ ടോയ്ലറ്റിലും ഹോസ്പിറ്റലിലും മുഴുവൻ സെർച്ച് ചെയ്തു? ഈ ഹോസ്പിറ്റലിൽ നോക്കാൻ സ്ഥലമില്ല. കാർ പാർക്കിങ്ങിൽ നോക്കി, ഞങ്ങൾ വാട്ടർ ടാങ്കിന്റെ അവിടെ വരെ നോക്കി. പിന്നെ ഡോക്ടർ ഇത് എവിടെ പോയി? ഒരു പിടുത്തല്ലോ. നിങ്ങൾ എത്രയും പെട്ടെന്ന് മറ്റൊരു ഡോക്ടർ അറേഞ്ച് ചെയ്യൂ. വേറെ ഡോക്ടറെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ഒരു ഡോക്ടറെ കാണണ്ടേ? എന്നാലും ഡോക്ടർ ഇത് എവിടെ പോവാനാ? എല്ലാവരും നീയോട്ട് കാക്കണില്ല. അറിയില്ല പൈതങ്ങളാണ് റബ്ബേ. ഞാൻ എന്തിനാന്ന് ഇതിന്റെ അകത്ത് കാര്യം ആരെങ്കിലും ഒന്ന് വീശി തരുമോ? എന്തുകൊണ്ട് വീശാനാണ്? ആരാടാ മലമ്പാടിനെയൊക്കെ തല്ലാൻ കൊണ്ടുവന്നത്? എന്തോട് പ്രസവിച്ചിട്ടുണ്ടാവില്ല ഇപ്പൊ. നിന്റെ ഭാര്യയുടെ പേരെടുക്കലാണ് എനിക്ക് പണി. നിന്നോട് പറഞ്ഞ അള്ളി പിടിച്ച് കേരള എന്താണ് അയാളുടെ ടെൻഷൻ നിങ്ങൾക്ക് അറിയോ? എല്ലാവർക്കും ടെൻഷൻ ഉണ്ട്. ഉണ്ടാണക്ക് നിങ്ങൾക്ക് എന്താ ടെൻഷൻ? അയാളുടെ ഭാര്യ പ്രസവിക്കാൻ കിടക്കുക. റബ്ബിനോട് പറയും. എന്റെ ടെൻഷൻ എന്താ ഡോക്ടർക്ക് അറിയോ? എന്താ സൂതേട്ടാ? അയ്യോ എന്താ പറ്റിയ? എന്താ സൂതേട്ടാ? ആശാന്റെ ഒരു ആഗ്രഹമായിരുന്നു അടി നടക്കുമ്പോൾ മരിക്കണത്. വീരചരമം. അതെ, പ്രഷർ കുറഞ്ഞതാണ്. ആർത്തി ഗുളികയുണ്ടോ? പ്രഷർ ഗുളികയുണ്ടോ? പേടിക്കണ്ട. അതെ, ആ വെള്ളം വെള്ളം മൂടിലേക്ക് ആ വെള്ളം കൊടുക്കുവാൻ ഡോക്ടർ ഒന്നരക്കും തന്നെ എന്തെല്ലോ എന്തിനാണ് ഗുളിക ഇറങ്ങില്ലേ? പ്രശ്നം പ്രശ്നം ഒന്ന് വീശി കൊടുക്കും. ഒന്ന് ആശ്വാസം കൊടുക്കും. കുഴപ്പമില്ല കേട്ടോ. ശരിയായിക്കോളൂ. കുഴപ്പമില്ലല്ലോ. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. മൊയ്തു സാർ ലിഫ്റ്റിനുള്ളിലുണ്ട്. ലിഫ്റ്റിലോ? ഏത് ലിഫ്റ്റില്? നമ്മുടെ കംപ്ലൈന്റ് ആയ ലിഫ്റ്റില്. ഞാൻ CCTV നോക്കിയപ്പോ കണ്ടതാ. ആ ലിഫ്റ്റിന്റെ പുറത്ത് നമ്മൾ എഴുതി വെച്ചിട്ടില്ലേ അണ്ടർ മെയിൻ്റെനൻസ്? ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ അവര് ചെയ്തിട്ടില്ല. നിങ്ങൾ എന്താണ് ഇത്ര ഇറസ്പോൺസിബിൾ ആയിട്ട് പെരുമാറുന്നത്? ഇത് ഇത്ര വലിയൊരു ഹോസ്പിറ്റൽ അല്ലേ? ഡോക്ടറെ കൂടാതെ വേറെ ആരെങ്കിലും ഉണ്ടോ ലിഫ്റ്റില്? വേറെയും കുറച്ചുപേര് അതിനുള്ളിൽ കുടുങ്ങിയിട്ടുണ്ട്. പേഷ്യൻസ് ആരെങ്കിലും? പേഷ്യൻസ് 1-2 പേരുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് അവരെ പുറത്തിറക്കാനുള്ള കാര്യങ്ങൾ നോക്കൂ. എന്താ അതൊരു സതേര്. ആ യൂറിൻ ട്യൂബ് പിടിച്ച് വലിച്ചോ? എന്താണ് സുഹൃത്തെ? എന്താ ഈ അതെ, ആരുടെയെങ്കിലും കയ്യില് എന്തെങ്കിലും വിഷം പകറ്റാനുണ്ടെങ്കിൽ തരുമോ? അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചാവും. എന്തെങ്കിലും ഉണ്ടോ? ശരിയായില്ലേ? ശരിയാവും. കിടന്നോ വിളിക്കാം. ഡോക്ടറെ കാണാൻ വന്നപ്പോ ഞാൻ എന്റെ ഒരു ബന്ധു ഇവിടെ കിടക്കണ്ട, ഒറ്റക്ക് തിന്നാൻ കൊണ്ടുവന്നാ. തന്നോളി. ഇപ്പൊ ആർക്കത് എടുത്തു വെക്കണേ? എന്നെ ആയുസ് തീരുന്നൊക്കെ. ആനയാ